عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله تعالى أما بعد. പ്രിയമുള്ള മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നഫ്സിയായ കലാമിന്റെ മേൽ അറിയിക്കുന്ന ഒരു മദ്ലൂലിനെ അവന്റെ അടിമകളുടെ അടുത്തേക്ക് ഇറക്കുകയാണ്. അതാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ ഒരുപാട് സൂറത്തുകളും ഒരുപാട് ചരിത്രങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. അതിന്റെ മഹത്വങ്ങൾ മുഫസ്സിരീങ്ങൾ അതിന്റെ മഹത്വങ്ങൾ ധാരാളം വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധമായ സൂറത്തുൽ കൗസറിന് മീം ഇല്ലാത്ത ഒരു സൂറത്താണ് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് മക്കിയാണ്. മക്കയിലുള്ളപ്പോൾ അവതരിച്ച സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആനിലെ 108ാമത് സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. മാത്രമല്ല ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ കൗസർ. ഈ സൂറത്തുൽ കൗസർ ഇറങ്ങാനുള്ള കാരണം, അതിന്റെ സബബുൻ നുസൂല് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത് 7 മക്കളാണ്. 4 പെൺമക്കളും 3 ആണുങ്ങളുമാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത്. അതിൽ 2 ആൺമക്കളും നന്നേ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാസിം എന്ന് പറയുന്ന മകനും അതുപോലെ വഫാത്തായി പോവുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 3 ആൺമക്കളും നന്നേ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോവുകയാണ്. ഈ വിവരമറിഞ്ഞ ബനൂ സഹ്മ ഗോത്രത്തിൽപ്പെട്ട ആസുബിന് വാഇൽ എന്ന് പറയുന്ന വ്യക്തി ഹബീബായ തങ്ങളെ കുറിച്ച് പറയുകയാണ്, ഫഹുവ അബ്തർ, അവൻ വാലറ്റവനാണെന്ന് പറയുമ്പോ ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഇറക്കുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാലറ്റവനെന്ന് വിശേഷിപ്പിച്ച ആസുബിന് വാഇലിനെ കുറിച്ച് അല്ലാഹു ഈ സൂറത്തിൽ പറയുന്നുണ്ട്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഹബീബായ തങ്ങളെ, അങ്ങയെ ആരാണ് വാലറ്റവനെന്ന് വിശേഷിപ്പിച്ചത്? അങ്ങയെ ആരാണ് വാലറ്റവനെന്ന് പറഞ്ഞത്? അവനാണ് വാലറ്റവനെന്ന് പറയുമ്പോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് കാണുന്ന അറേബ്യൻ നാടുകളിൽ ഒരു പതിവായ ഒരു സ്വഭാവമാണ്, ആൺമക്കളെല്ലാം മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പരമ്പര വളരൂല, അവരുടെ പരമ്പര ഏത് രീതിയിലും വളരൂല എന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലനുസരിച്ചാണ് ആസുബിന് വാഇൽ എന്ന് പറയുന്ന വ്യക്തി ഫഹുവ അബ്തർ എന്ന് പറയുന്നത്. ആ പറഞ്ഞത് മോശമായി പോയി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ വാലറ്റവനെന്ന് വിശേഷിപ്പിച്ച ഹബീബായ തങ്ങളെ പരമ്പര ഇന്ന് എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നുണ്ട്? ഈ ആസുബിന് വാഇൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പരമ്പര ആർക്കെങ്കിലും അറിയുമോ? ആർക്കും അറിയില്ല. കാരണം അവന്റെ പരമ്പര അന്നേ മുറിഞ്ഞുപോയി. ഹബീബായ തങ്ങളെ കുറിച്ച് മോശമായി പറഞ്ഞതിന് അല്ലാഹു കൊടുത്ത മറുപടിയാണ്. ആ കാരണമാണ് ഈ സൂറത്തിറങ്ങാനുള്ള കാരണം. മഹാന്മാര് ഒരുപാട് വിശദീകരിച്ചു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നാ അഅതൈനാകൽ കൗസർ, സൂറത്തുൽ കൗസറിൽ 3 ആയത്തുകളാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയേ അങ്ങക്ക് നാം ധാരാളം നന്മകൾ തന്നു, ധാരാളം അനുഗ്രഹങ്ങൾ തന്നു എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടുന്ന് ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുന്ന സമയത്ത് മറുഭാഗത്ത് നിന്ന് ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാൻ കേട്ടിട്ടുണ്ട്
ഈ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് പറയുന്നതിന്റെ വിശദീകരണം ഞാൻ കേട്ട എല്ലാ പണ്ഡിതന്മാരും എല്ലാ ആളുകളും വിശദീകരിച്ച് തന്നത് അത് ഹൗദുൽ കൗസറിനെ കുറിച്ചാണ്. ഹൗദുൽ കൗസറിനെ കുറിച്ചാണ് വിശദീകരിച്ച് തന്നതെന്ന് പറയുമ്പോ നിങ്ങൾ എന്തേ ധാരാളം അനുഗ്രഹങ്ങൾ എന്നതിനെ വിശദീകരിച്ചു? അതിന്റെ കാരണമെന്ന് പറയണമെന്ന് പറയുമ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, അതിന്റെ കാരണം ഈ ഹൗദുൽ കൗസറും ഹബീബായ തങ്ങൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെയൊരു വ്യാഖ്യാനം നൽകിയത്. മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. നാം എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഹബീബായ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നിസ്കാരം എന്ന് പറയുന്നത്, ഹൗദുൽ കൗസർ എന്ന് പറയുന്നത്. തുടങ്ങിയ നാം ഹബീബായ തങ്ങളെ പുകഴ്ത്താൻ വേണ്ടി എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ ഹബീബായ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അനുഗ്രഹങ്ങളാണ്. കൗസർ എന്ന് പറയുന്നതിന് അറബിയിൽ ഫൗഅൽ വസ്നാണ്. കസീറിനെക്കാളും കൗസറിന് ധാരാളം ഒന്ന് അധികരിക്കും. അതായത് കസീർ എന്ന് പറയുന്നതിനേക്കാളും ഒന്നുകൂടെ അധികരിച്ച് കൗസറിന് ധാരാളം കൂടും. അപ്പോ നാം വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധമായ ഈ കൗസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മാസത്തോളം അതിന്റെ വഴിദൂരമാണ്. അതിന്റെ ഒരു ഭാഗം തന്നെ നടന്ന് തീർക്കണമെങ്കിൽ ഒരു മാസത്തോളം നടക്കണം. അങ്ങനെയുള്ള സമചതുരത്തിലുള്ള ഒരു കുളം പോലത്തെ ഒന്ന്. അപ്പൊ അത്രയും വിശാലമായ ഒന്നാണ് ഹൗദുൽ കൗസർ. അതിലുള്ള പാനീയത്തെ കുറിച്ച് പണ്ഡിതന്മാര് വിശദീകരിച്ച് പറയുന്നുണ്ട്, തേനിനേക്കാൾ മധുരമുള്ളതും പാലിനേക്കാൾ വെളുപ്പുള്ളതും, ഒരു തവണ അതിൽ നിന്നും കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്നും പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ചു നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഫസല്ലി ലിറബ്ബിക വൻഹർ, ഹബീബായ തങ്ങളെ ഫസല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങൾ അല്ലാഹുവിനെ വേണ്ടി നിസ്കരിക്കണം, തങ്ങളെ റബ്ബിനെ വേണ്ടി നിസ്കരിക്കണം, എന്നിട്ട് ബലി അർപ്പിക്കുകയും വേണം. അതെന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞു? ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അബൂ ഹയ്യാൻ റഹിമഹുമുള്ള നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നിസ്കാരം എന്നുള്ളത് ശാരീരികമായ സന്നദ്ധതയെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ്. വൻഹർ എന്ന് പറയുന്നത് സാമ്പത്തികമായ സന്നദ്ധതയെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് സാമ്പത്തികമായും ശാരീരികമായും എല്ലാ കടപ്പാടും തങ്ങൾക്ക് അല്ലാഹുവിനോടുണ്ട് എന്ന് പറയുമ്പോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങളെ കാണുകയാണ്, കാല് രണ്ടും നീര് കെട്ടി, എന്നിട്ടും ഹബീബായ തങ്ങൾ നിസ്കരിക്കുകയാണ്. മഹദി ആയിഷ ചോദിച്ചു, ഹബീബായ തങ്ങളെ, അങ്ങേക്ക് സ്വർഗ്ഗം ഉറപ്പല്ലേ, പിന്നെന്തേ ഇങ്ങനെ നിസ്കരിക്കുന്നെന്ന് ചോദിച്ചപ്പോ, ഞാനൊരു നന്മയുള്ള അടിമയാവണ്ടേ. അപ്പൊ ഹബീബായ തങ്ങൾക്ക് അല്ലാഹുവിനോട് ധാരാളം കടപ്പാടുകളുണ്ട്. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, ഹബീബായ തങ്ങളെ അങ്ങയെ ആരാണോ വാലറ്റവനെന്ന് വിശേഷിപ്പിച്ചത് അവനാണ് വാലറ്റവൻ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് അവിടെ, ആ വഹി അവിടെ നിൽക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.